അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒരു ഗുരുവായൂർ യാത്ര പോയതാണ്. ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് ഫ്രണ്ട്സിന്റെ ഒരു മിനി ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. കുറച്ച് ആളുകൾ കൂടി വരാനുണ്ടായിരുന്നു. ആലത്തൂരിൽ നിന്ന് നമ്മുടെ അളിയൻ കൂടി കയറിയതോടെ യാത്ര കളറായി. അളിയനും പെങ്ങളും മാമനും പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അടിപൊളിയായി തന്നെ യാത്ര തുടങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടടുത്ത് ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെയുള്ള നിർമാല്യം തൊഴാൻ അമ്പലക്കുളത്തിൽ ഒരു കുളിയും കഴിഞ്ഞ് നേരെ ദർശനത്തിനായി പോയി. അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു. ചെറിയ തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ദർശനം വേഗത്തിൽ തന്നെ കിട്ടി. ദർശനം കഴിഞ്ഞ് നേരെ എല്ലാവരും കൂടി ഒരു ചായ കുടിക്കാനായി പോയി. അമ്പല പരിസരത്തുള്ള ഒരു ചെറിയ കടയാണ്, പക്ഷെ നല്ല കിടിലൻ ചായയായിരുന്നു. ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഉള്ള എൻ്റെ ഏട്ടൻ ദിനേശിന്റെ ചിലവാണ്. അതിനുശേഷം ഫോട്ടോ എടുക്കാനായി പോയി. നിന്നും ഇരുന്നും സിംഗിളായും ഗ്രൂപ്പായും ഒരുപാട് ഫോട്ടോകൾ എടുത്തു കൂട്ടി. അപ്പോഴേക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. നേരെ അമ്പലത്തിലെ പ്രഭാത ഭക്ഷണം കഴിക്കാനായി പോയി. ഇഡലിയും ഉപ്മാവുമായിരുന്നു പ്രഭാത ഭക്ഷണം. അതും കഴിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ പിന്നൽ തിരുവാതിര കാണാൻ പോയി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ചു നേരം അതും ആസ്വദിച്ച് അവിടെ എങ്ങനെ നിന്നു. അതിനുശേഷം ചാവക്കാട് ബീച്ച് കാണാൻ പോയി. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു ഫാമിലി ആയിട്ട് ഇങ്ങനെ ബീച്ചിൽ ചിലവഴിക്കാൻ. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു. കടല് കണ്ടതോടെ എല്ലാവരും ഉഷാറായി. അതിനുശേഷം സൂ കാണാൻ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ തിങ്കളാഴ്ച സൂ ഇല്ലാത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഏട്ടൻ ഫുൾ ഓണായിരുന്നു. കുറെ നേരം ആനയോടൊപ്പം കളിച്ചു. അവസാനം ആന തൊഴുതപ്പോഴാണ് നിർത്തിയത്. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനത്തറവാടും അവിടുത്തെ ഗജവീരന്മാരെയും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.